എല്ലാവർക്കും സുഖമല്ലേ? സുഖമായിരിക്കുന്നോ? വൈകുന്നേരം ചായയൊക്കെ കുടിച്ചോ എല്ലാവരും? നമ്മളിന്നേ വൈകുന്നേരം 4 മണിക്ക് ചായക്ക് അട ഉണ്ടാക്കാമെന്ന് വെച്ചു. ശർക്കരയും തേങ്ങയൊക്കെ വെച്ചിട്ടുള്ള അട. അപ്പോൾ ദാ വെള്ളം ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുവാണ്. പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് തേങ്ങയും ശർക്കരയും കൂടി മിക്സ് ചെയ്തതാണ്. ഞാൻ ശർക്കര ഇങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉരുക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കും. അപ്പോൾ പെട്ടെന്നൊക്കെ പലഹാരം എന്തെങ്കിലും അവല അങ്ങനെയുള്ളതൊക്കെ നനയ്ക്കാനൊക്കെ എളുപ്പമാണല്ലോ. അപ്പോൾ അത് ശർക്കരയും തേങ്ങയും കൂടി മിക്സ് ചെയ്തതാണ്. ഇനി നമുക്കിവനെ വെള്ളത്തിൽ കുഴച്ച് പരത്തി എടുക്കാം. അത് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, എനിക്ക് പൊടി മര്യാദക്ക് പൊടി നനയ്ക്കുകയാണേ. നിങ്ങളൊക്കെ ഇതിൽ പലരും നല്ല എക്സ്പെർട്ട് ആൾക്കാരായിരിക്കും പൊടിയൊക്കെ നനയ്ക്കാനായിട്ട്. അത്ര എക്സ്പെർട്ടൊന്നുമല്ല, എന്നാലും മോശമല്ലാത്ത രീതിയിലൊക്കെ നമ്മൾ ചെയ്തെടുക്കും. അപ്പോൾ പരത്തി എടുക്കാം. നല്ല ചൂടുണ്ട്, പിടിക്കാനൊക്കെ പാടാണ്. എന്നാലും ഓഹോ, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണോ ചെയ്യുന്നതൊക്കെ? കൈ കൊള്ളുന്നു പരത്തിയിട്ട്. നമുക്ക് ഈ തേങ്ങയും ശർക്കരയ്ക്കകത്തേക്ക് ലേശം ഏലക്കായും ഒക്കെ കൂടി പൊടിച്ചതുണ്ട്. അത് ഇത്തിരി ഇട്ട് എടുക്കാം. അപ്പം ഇതിനൊരു ടേസ്റ്റിനൊരു നല്ലൊരു ടേസ്റ്റ് കിട്ടുമായിരിക്കും. അപ്പോൾ അത് ഇത്തിരി ഇട്ട് അതൊന്നിട്ട് മിക്സ് ചെയ്ത് നമുക്കിതിനെ ഈ ഇലയ്ക്കുള്ളിലേക്ക് ഈ പരത്തിയ അടയുടെ ഉള്ളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. മധുരം ഇവിടെ അങ്ങനെ ഒരുപാട് വേണ്ട ആർക്കും, ചെറുതായിട്ടുള്ള മധുരം മതി. അടയെല്ലാം നമ്മൾ ഉണ്ടാക്കി വെച്ചു. ആദ്യത്തെ ഒരു തട്ടിനകത്ത് ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു തട്ടം കൂടി ഉണ്ട്. ആവി അടിക്കുന്നുണ്ട്. അടച്ചു വയ്ക്കാം. ഉച്ച കഴിയുമ്പോഴത്തേക്കും നോക്കാം. ശരി, അവിടെ വെന്ത് റെഡിയായിട്ടുണ്ട്. ഇതിന് തണുത്ത് കഴിഞ്ഞെങ്കിൽ കഴിക്കാൻ പറ്റുള്ളൂ.